ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും അഴിമതിയും നേരിടുമ്പോൾ കേപ്പ് വെർഡെ സ്ഥിരതയുള്ള ജനാധിപത്യം, നിയമവാഴ്ച, അഴിമതിരഹിത ഭരണ സംവിധാനം എന്നിവ നിലനിർത്തി. ഏറ്റവും വലിയ പാഠമെന്താണ്? ഒരു രാജ്യത്തെ സമ്പന്നമാക്കുന്നത് എണ്ണയോ സ്വർണമോ അല്ല, സദ്ഭരണമാണെന്നതാണത്. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ വിസ്മയം തീർത്ത ടീം ഏതാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിൽ നിന്നുള്ള കുഞ്ഞന്മാരായ കേപ്പ് വെർഡെ അഥവാ കാബോ വെർഡെ തന്നെയെന്ന് നിസ്സംശയം പറയാം. പ്രവാസികളുമായി ആദ്യ ലോകകപ്പ് കളിക്കാനെത്തിയ കാബോ വെർഡെ വാസ്തവത്തിൽ ലോകത്തെ ഫുട്ബോൾ വമ്പന്മാരെ ഞെട്ടിച്ചു. ഇങ്ങനൊരു രാജ്യം ലോകത്തുണ്ടെന്ന വാസ്തവത്തിൽ നമ്മളിൽ പലരും അറിയുന്നത് ഈ ലോകകപ്പോട് കൂടിയാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഫുട്ബോൾ മാത്രമല്ല ഈ ചെറു രാജ്യത്തിൻ്റെ വിസ്മയം. എണ്ണയില്ല, സ്വർണ്ണമില്ല, വലിയ നദികളില്ല, കൃഷിക്കനുയോജ്യമായ ഭൂമിയില്ല. എന്നിട്ടും ഇന്ന് ആഫ്രിക്കയിലെ ഏറ്റവും സ്ഥിരതയുള്ള സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് കാബോ വെർഡെ. എങ്ങനെയാണ് അത് സാധിച്ചത്? പരിശോധിക്കാം. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സെനഗൽ തീരത്ത് നിന്ന് ഏകദേശം 600 കിലോമീറ്റർ അകലെയുള്ള 10 അഗ്നിപർവ്വത ദ്വീപുകളുടെ കൂട്ടമാണ് കേപ്പ് വെർഡെ. ജനസംഖ്യ വെറും 6.5 ലക്ഷം മാത്രം. കേരളത്തിലെ ഒരു ചെറിയ ജില്ലയുടെ ജനസംഖ്യ പോലും ഈ രാജ്യത്തിനില്ല. എന്നിട്ടും പ്രതിശീർഷ വരുമാനത്തിൽ നിരവധി വലിയ ആഫ്രിക്കൻ രാജ്യങ്ങളെ പിന്നിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് പ്രകൃതി വിഭവങ്ങളല്ല, മനുഷ്യരാണ്. 1975 അധിനിവേശ ശക്തിയായ പോർച്ചുഗലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം വിദ്യാഭ്യാസം, ആരോഗ്യം, സദ്ഭരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യം തുടർച്ചയായി നിക്ഷേപം നടത്തി. ഇന്ന് സാക്ഷരത 88%-ലേറെയും ശരാശരി മനുഷ്യ ആയുസ് 75 വർഷത്തിനടുത്തുമാണ്. മനുഷ്യ വികസന സൂചികയിൽ സബ് സഹാറൻ ആഫ്രിക്കയിലെ മികച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ന് കേപ്പ് വെർഡെ. കാബോ വെർഡെയുടെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ കരുത്ത് ടൂറിസമാണ്. പഞ്ചാര മണൽത്തീരങ്ങൾ, സുതാര്യമായ നീലക്കടൽ, വർഷം മുഴുവൻ അനുയോജ്യമായ കാലാവസ്ഥ, യൂറോപ്പിനോട് അടുത്തുള്ള സ്ഥാനം, ഇതെല്ലാം ചേർന്ന് കേപ്പ് വെർഡെയെ ഒരു ആഗോള ടൂറിസം ഹബ്ബായി മാറ്റി. പ്രതിവർഷം ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം രാജ്യത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാകുന്ന വർഷങ്ങളുണ്ട്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ, പ്രാദേശിക ഗതാഗതം, മത്സ്യബന്ധനം, ചെറുകിട വ്യാപാരം തുടങ്ങി വലിയ തൊഴിലവസരങ്ങൾ ഈ മേഖല സൃഷ്ടിക്കുന്നു. രാജ്യത്തിൻ്റെ GDPയുടെ ഏകദേശം 25% ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കരുത്ത് സേവന മേഖലയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഓഫ് ഷോർ സാമ്പത്തിക സേവനങ്ങൾ, തുറമുഖ സേവനങ്ങൾ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിൽ സർക്കാർ വിദേശ നിക്ഷേപം ആകർഷിച്ചു. യൂറോപ്പിനും പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്കും ഇടയിലെ തന്ത്രപ്രധാന സ്ഥാനം ഇത് എളുപ്പവുമാക്കി. കേപ്പ് വെർഡെയെ നിക്ഷേപകർ വിശ്വസിക്കുന്നതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയ സ്ഥിരതയാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും അഴിമതിയും നേരിടുമ്പോൾ കേപ്പ് വെർഡെ സ്ഥിരതയുള്ള ജനാധിപത്യം, നിയമവാഴ്ച, അഴിമതിരഹിത ഭരണ സംവിധാനം എന്നിവ നിലനിർത്തി. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മറ്റൊരു വലിയ കരുത്ത് പ്രവാസികളാണ്. കേപ്പ് വെർഡെയിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ കേപ്പ് വെർഡിയൻ വംശജർ വിദേശ രാജ്യങ്ങളിലാണുള്ളത്. അമേരിക്ക, പോർച്ചുഗൽ, ഫ്രാൻസ്, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് അയക്കുന്ന പണം രാജ്യത്തിൻ്റെ GDPയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇപ്പോൾ രാജ്യം മറ്റൊരു വലിയ മാറ്റത്തിനും തയ്യാറെടുക്കുകയാണ്. 2030ഓടെ വൈദ്യുതോൽപാദനത്തിൻ്റെ ഭൂരിഭാഗവും പുനരുപയോഗ ഊർജ്ജത്തിൽ നിന്ന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വൻ കാറ്റാടിപ്പാടങ്ങളും സൗരോർജ്ജ പദ്ധതികളും വികസിപ്പിക്കുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതേസമയം വെല്ലുവിളികളുമുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ വലിയൊരു പങ്കും ഇറക്കുമതി ചെയ്യണം. ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും വലിയ ഭീഷണിയാണ്. കോവിഡ് കാലത്ത് ടൂറിസം തകർന്നപ്പോൾ സമ്പദ് വ്യവസ്ഥയും കനത്ത തിരിച്ചടി നേരിട്ടു. എന്നാൽ വേഗത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളിലൂടെ രാജ്യം വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് മടങ്ങി. കേപ്പ് വെർഡെ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്താണ്? ഒരു രാജ്യത്തെ സമ്പന്നമാക്കുന്നത് എണ്ണയോ സ്വർണമോ അല്ല, സദ്ഭരണമാണെന്നതാണത്. പ്രകൃതി വിഭവങ്ങളെക്കാൾ വിലപ്പെട്ടത് വിദ്യാഭ്യാസം, മനുഷ്യവിഭവം, രാഷ്ട്രീയ സ്ഥിരത, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, ദീർഘകാല സാമ്പത്തിക കാഴ്ചപ്പാട് എന്നിവയാണെന്ന് കേപ്പ് വെർഡെ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. ഫുട്ബോളിൽ വലിയ രാജ്യങ്ങളെ അമ്പരപ്പിച്ച ചെറിയ ദ്വീപ് രാഷ്ട്രം സമ്പദ് വ്യവസ്ഥയിലും ലോകത്തിന് പഠിക്കാനുള്ള ഒരു വലിയ മാതൃകയായി മാറിക്കഴിഞ്ഞു.